വഖഫ് ബോർഡിന് നിയന്ത്രണ വിധിയിൽ മുസ്ലിം ലീഗ് നിലപാട് മാറ്റിയോ എന്ന് നാഷണൽ ലീഗ്. സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നിലപാടെടുത്തത്. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തത് എന്തിനെന്ന് ലീഗ് വിശദീകരിക്കണം. സംഘപരിവാർ താൽപര്യത്തിന് സർക്കാർ വഴങ്ങിയെന്നും കോടതി വിധിക്കിടയാക്കിയത് സർക്കാരിന്റെ നിലപാടെന്നും വിമർശനം. ഷോൺ ജോർജ് കൊടുത്ത ഹർജിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റിനു വേണ്ടി കോടതിയിൽ ഹാജരായ ശ്രീ ജാജു ബാബു അവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രധാനമാണ്. BJPക്ക് വേണ്ടി വഖഫിനെ പോലും തള്ളിക്കളയുന്ന ഒരു നിലപാട്, അത് BJPയുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉണ്ടാക്കിയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് കൊടുത്ത പരാതി ഇപ്പോൾ നിലനിൽക്കുകയാണ്. 2 അമുസ്ലിം അംഗങ്ങളെ വഖഫുമായി ബന്ധപ്പെട്ട ബോർഡിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ എടുത്ത നിലപാടിന് തികച്ചും വിരുദ്ധമാണ് ഹൈക്കോടതിയിൽ എടുത്ത നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി, വഖഫിന് വിരുദ്ധമായി ഒരു നിലപാടാണത്. അത് BJP നേതാവ് കൊടുത്ത ഹർജിയുടെ കൂടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഡീൽ എന്നത് എത്രത്തോളം ആഴവും വ്യാപ്തിയുമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. മുസ്ലിം സമുദായത്തോട് ഇക്കാര്യത്തിൽ വിശദീകരിക്കാനുള്ള ബാധ്യത ലീഗ് നേതാക്കൾക്കുണ്ട്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു കോടതി ഉത്തരവാണ് ഉണ്ടായത്. അതിൽ സർക്കാർ നിലപാട് നിർണായകമായി എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ലീഗ് ഉന്നയിക്കുന്ന വിഷയം. സർക്കാർ നിലപാട് കോടതിയിൽ എന്തായിരുന്നു? എങ്ങനെയാണത് വിമർശന വിധേയമാകുന്നത്? സംഘപരിവാറിന് സർക്കാർ വഴങ്ങുന്നു എന്നുള്ളതാണ് നാഷണൽ ലീഗ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിംകളായ 2 പേരെ നിയമിക്കണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതി, അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്ത് കോടതിയിൽ നിലപാട് സ്വീകരിക്കപ്പെട്ടത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. കാരണം സംഘപരിവാർ അനുകൂലികളായ 2 പേർ നൽകിയ ഹർജിയിൽ ഒരു പക്ഷേ അതിനെ അനുകൂലിക്കുന്ന തരത്തിലൊരു നിലപാടാണ് സർക്കാരിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. അതായത് ഇത്തരത്തിൽ അംഗങ്ങളെ നിയമിക്കുമ്പോൾ അവിടെ ചില പിഴവുകൾ സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു അഭിഭാഷകന്റെ ഭാഗത്തുണ്ടായത്. അതിനെയാണ് ഇപ്പോൾ നാഷണൽ ലീഗ് വിമർശിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണം. നേരത്തെ എടുത്ത നിലപാടുകൾ മയപ്പെടുത്തിയോ എന്നുള്ള കാര്യം സമുദായത്തോട് പറയണമെന്നാണ് ഇപ്പോൾ നാഷണൽ ലീഗ് പറയുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. കാരണം വഖഫ് ബോർഡിനെ ഇപ്പോൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ ഈ വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അനുകൂലികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും പൊതുതാൽപര്യ ഹർജി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വഖഫ് ബോർഡിനെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ നാഷണൽ ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും നേരത്തെ എടുത്ത നിലപാട് ലീഗ് നിലപാട് എന്താണ് എന്നത് വ്യക്തമാക്കണമെന്നുള്ളതാണ് നാഷണൽ ലീഗ് ആവശ്യപ്പെടുന്നത്.